ധനുഷ് 50 ടൈറ്റിൽ റിലീസായിരുന്നു. ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സിനിമയുടെ പേര് വന്ന് രായൻ, RAAYAN. അത് രായൻ തന്നെയല്ല നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു തോട്ട്. അപ്പം പേരെന്തെങ്കിലും ആകട്ടെ, ഈ ഒരു സിനിമയുടെ പ്രത്യേകത ഇതൊന്നുമല്ല. അപ്പോൾ എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. ഈ സിനിമയുടെ പ്രത്യേകത വന്ന് ധനുഷ് തന്നെയാണ് സിനിമ എഴുതി സംവിധാനം ചെയ്യുന്നത്. ധനുഷ് എന്നുള്ള ആക്ടറെ നമുക്കറിയാവുന്നതാണ്. പുള്ളി ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യൻ. കാരണം നല്ലൊരു ആക്ടറാണ്, നല്ലൊരു പ്രൊഡ്യൂസറാണ്, നല്ലൊരു റൈറ്ററാണ്, നല്ലൊരു ലിറിസിസ്റ്റാണ്. അപ്പോൾ പല ഹിറ്റായ പല പാട്ടുകളും പുള്ളി എഴുതിയിട്ടുണ്ട്. തൻ്റെ കരുതൽ 50ാമത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നു. അതിന് എങ്ങനെ ഏത് ലെവലിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും നമുക്ക് കാണേണ്ടത്. സിനിമയുടെ മ്യൂസിക് ചെയ്യുന്നത് AR റഹ്മാനാണ്. ഈ ധനുഷ് AR റഹ്മാൻ മ്യൂസിക് കോംബോ എനിക്കങ്ങോട്ട് ഒരു മിസ്റ്ററി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം യൂഷ്വലി ഒന്നുകിൽ ധനുഷ് അനിരുദ്ധ് കോംബോ, അല്ലെങ്കിൽ ധനുഷ് GV പ്രകാശ് കോംബോ. ധനുഷ് GV കോംബോയും ധനുഷ് അനിരുദ്ധ് കോംബോയും വേറെ ലെവലാണ്. ഒരുപാട് ഹിറ്റുകൾ കിട്ടിയിട്ടുള്ളതുമാണ്. അതിപ്പം അനിരുദ്ധിൻ്റെ ഫസ്റ്റ് സിനിമയായിട്ടുള്ള 3 വരെ വമ്പ ഹിറ്റൊക്കെ ആയിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ മലയാളത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിൽ കാളിദാസ് ജയറാം ഒരു ലീഡിങ് റോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മലയാളത്തിൽ വലിയ റോളുകളൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു നടനാണ് കാളിദാസ് ജയറാം. വിക്രത്തിൽ നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു തമിഴ് ഇൻഡസ്ട്രിയിലാണ് പുള്ളി ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പം ഇതിനകത്ത് പോസ്റ്ററിന് തന്നെ ഒരു വലിയ കത്തിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് SJ സൂര്യ ഉണ്ട്, തൃഷയുണ്ട്, നിത്യമേനോൻ ഉണ്ട്, പിന്നെ ദുഷ്ര വിജയൻ, പിന്നെ ആരോ ഒരാൾ സുന്ദീപ് കിഷൻ. അപ്പോൾ ഇത്രയും പേരാണ് ഞാൻ ഈ ഒരു സിനിമയെ പറ്റി സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് നോക്കുകയാണെങ്കിൽ, ഒരു പോസ്റ്റർ നോക്കുകയാണെങ്കിൽ ഒരു മാസ് ആക്ഷൻ ത്രില്ലറാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു വേഷമൊക്കെ ഉണ്ടെന്തോ ഒരു ഇറച്ചി വെട്ടുകാരൻ്റെ ലുക്കിലേക്കാണ് ധനുഷ് ഒരു ബസ് കട്ടൊക്കെ വെട്ടിയിട്ട് നിൽക്കുന്നു. ഒരു കലിപ്പ് ആറ്റിറ്റ്യൂഡ് ലുക്കൊക്കെ ഇട്ട് നിൽക്കുന്നു. അപ്പം ധനുഷ് എന്തായാലും എഴുതി സംവിധാനം ചെയ്ത സാധനം ഒരു ഒട്ടും മാസ് ഇല്ലാതെ പുള്ളി എഴുതില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു മാസ് മസാല സാധനം തന്നെ ആയിരിക്കും. തമിഴ് ഇൻഡസ്ട്രിയുടെ ഫീൽ അറിയാവുന്ന ഒരു ആക്ടറാണ് ധനുഷ് എന്ന് പറയുന്നത്. കാരണം ധനുഷിൻ്റെ ഒരു പ്രത്യേകത, ധനുഷിന് നമുക്ക് പല വേഷങ്ങൾ, അത് കുറച്ച് വെറൈറ്റിയാണ് ധനുഷ് ചെയ്യുന്ന പല വേഷങ്ങൾ. അതിപ്പം കർണനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ധനുഷ് ചെയ്യില്ല എന്ന് നമുക്ക് തോന്നുന്ന ഫീൽ ചെയ്യുന്ന സിനിമയാണ് അതൊക്കെ. ആ ഒരു ക്യാരക്ടറൊക്കെ ധനുഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ക്യാപ്റ്റൻ മില്ലർ ആണെങ്കിലും ധനുഷിനെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നുന്ന സാധനങ്ങളാണ് ധനുഷ് എല്ലാം ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യിക്കുന്നത്. പണ്ട് നരുന്ന പോലെ ഇരുന്ന് ചെറുക്കൻ ഇത് പറ്റില്ല, ചില റോളുകൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ പറ്റും, ആ റോളുകളെല്ലാം തനിക്ക് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു തന്നൊരു ആക്ടർ കൂടിയാണ് ധനുഷ്. അപ്പം സ്വന്തമായിട്ട് എഴുതുന്നൊരു ക്യാരക്ടറിലെ സ്വന്തമായിട്ട് എഴുതുന്നൊരു സിനിമയിലെ നായകൻ താൻ തന്നെ ആകുമ്പം ആ ഒരു ക്യാരക്ടർ എങ്ങനെയായിരിക്കണമെന്ന് ധനുഷിനൊരു ഐഡിയ കാണാം. അത് ഇനി എത്ര മാസമാവണം, എത്ര മസാല വേണം, അല്ലെങ്കിൽ എത്ര ത്രില്ലർ വേണം എന്നുള്ളത്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടിട്ട് ഇതിനകത്ത് ഹെവി എന്തൊക്കെ സാധനം ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു ഡാർക്ക് സൈഡ്, നിങ്ങൾ ആ പോസ്റ്റർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പോസ്റ്റർ വെച്ചിട്ടുണ്ടല്ലോ, അപ്പം ആ ഒരു പോസ്റ്റർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ളി ഒരു അടിപിടി ഗ്യാങ്സ്റ്റർ സാധനം ആവാനാണ് ചാൻസ്. അത് ആ പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതല്ല. കാരണം യൂഷ്വലി കാണുന്ന ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് കുറച്ച് ബ്ലഡ്ഷെഡ് ഇതിനകത്തുണ്ട് എന്ന് നമുക്ക് ആദ്യമേ തന്നെ നമ്മളെ കൺവിൻസ് ചെയ്യുന്ന സാധനം ആണ്. നമുക്കൊരു തോട്ട് തരികയാണ്, ഓക്കെ ഇതിനകത്ത് കുറച്ച് വെട്ടും കുത്തും ഉണ്ട്, കുറച്ച് ചോരമയുള്ള സിനിമയായിരിക്കും ഇതെന്നുള്ളത് ആദ്യമേ തന്നെ തരുന്നു. കാരണം ഒരു ബുച്ചറിന് അല്ലെങ്കിൽ ഒരു ഇറച്ചി വെട്ടുകാരനെ മറ്റേ സാധനമൊക്കെ ഇട്ട് കത്തിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അറിയാം ഇതിനകത്ത് ഒന്നുമില്ല, നല്ല വെട്ടുണ്ട്, നല്ല ചോരയുണ്ട് എന്നുള്ളത്. അപ്പം തമിഴ് ഇൻഡസ്ട്രിയിൽ നല്ലൊരു ഡയറക്ടറിൻ്റെ ഉദയമായിരിക്കും മേ ബി ധനുഷ് 50 അല്ലെങ്കിൽ രായൻ എന്ന് പറയുന്ന സിനിമ റിലീസാകുമ്പം. പിന്നെ ഒരു ബസ് കട്ടൊക്കെ വെട്ടി നിൽക്കുന്ന ധനുഷിനെ കണ്ടാൽ തന്നെ നമുക്കറിയാം ആറ്റിറ്റ്യൂഡ് കിങ്ങാണ് പുള്ളി. പിന്നെ കാളിദാസ് ജയറാം നായികയൊന്നും കാണിച്ചിട്ടില്ല. നായികയൊന്നും ഫസ്റ്റ് ലുക്കിൽ കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ SJ സൂര്യ, നമ്മളിപ്പോൾ ബാക്കിലോട്ട് ഏത് സിനിമ എടുത്ത് നോക്കിയാലും SJ സൂര്യ ഏത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പുള്ളി സ്കോർ ചെയ്യുന്നിടത്ത് പുള്ളിക്കൊരു റോളങ്ങ് കൊടുത്താൽ മതി. പുള്ളി പിന്നെ അവിടെ അങ്ങ് ആറാടുമാണ്. ആറാട്ടെന്ന് പറയുന്ന പോലെ SJ സൂര്യ ആറാട്ടാണ്. അപ്പം SJ സൂര്യ ഇതിനകത്തുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു കിടിലൻ റോൾ അവിടെ ഉണ്ട്. നമ്മളിങ്ങനെ സേഫായിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് SJ സൂര്യ വെച്ചിട്ട്. പിന്നെ തൃഷ, നായികമാരിൽ ഇപ്പോൾ നമ്മൾ ലിയോ കണ്ട് ഭയങ്കര നായികമാരിൽ ഏറ്റവും ഈ തമിഴ് ഇൻഡസ്ട്രിയിൽ ഇത്രയും പ്രായമുണ്ടെങ്കിലും ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള നായികയാണ്. പിന്നെ നിത്യമേനോൻ, ഈ ദുഷ്ര വിജയനെ എനിക്കങ്ങനെ അങ്ങോട്ട് ഓർക്കുന്നില്ല ഏത് സിനിമയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മേ ബി കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു പോസ്റ്ററിൽ എനിക്ക് തോന്നുന്നു അവസാനം കാണിക്കുന്ന സുന്ദീപ് കിഷനെയാണ് കാണിച്ചിട്ടുള്ളത്. ആ ഒരു പോസ്റ്ററിൽ 3 പേരെയാണ് കാണുന്നത്. ധനുഷ്, ഒന്ന് കാളിദാസ് ജയറാം, ഒന്ന് സുന്ദീപ് കൃഷ്ണനെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ 3 പേരും എന്തോ ഒരു ഗ്യാങ്സ്റ്റർ സാധനമാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ.
2024 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമെന്നാണ്. ഇനിഷ്യൽ റിലീസ് ഡേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, കാരണം ഒരു ഫസ്റ്റ് ലുക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. സിനിമയുടെ ചർച്ചകൾ നടക്കുന്നതല്ലേ ഉള്ളായിരുന്നു. ഇപ്പം കലാനിധി മാരനെ പോലുള്ള ഒരാൾ വലിയ സൺ പിക്ചേഴ്സ് വന്ന് സിനിമ എടുക്കണമെങ്കിൽ നല്ല ബഡ്ജറ്റുള്ള സിനിമയാണ്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നതൊരു 100 CR സിനിമയുടെ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ടെന്നൊക്കെയാണ് ഞാൻ കണ്ടത്. ഇനി ഇതിന് എത്രമാത്രം സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. മേ ബി കാണുമായിരിക്കും, സ്റ്റാർ വാല്യൂ ഒക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ ഇവർ പറയുന്നത്. അപ്പം ഒരു സാധാ പടമായിരിക്കില്ല ധനുഷ് 50 എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഫീലിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇനി നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ തോട്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് രായൻ്റെ ആ ഒരു ഫസ്റ്റ് ലുക്ക് ടൈറ്റിലിൻ്റെ വിശേഷം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഗൈസ്.